ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മളുള്ളത് മൂന്നാർ തന്നെയാണ് കേട്ടോ. മൂന്നാറിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ പഞ്ചായത്തിന്റെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഞങ്ങൾ രാത്രി വണ്ടി കയറ്റിയിട്ടു. തണുപ്പെന്ന് പറഞ്ഞാൽ ഇന്നലെ 17 ഡിഗ്രി വരെ തണുപ്പായിരുന്നു. നല്ല അടിപൊളി തണുപ്പ്, സുഖമായിട്ട് കിടന്നുറങ്ങി. ചിലര് പറയുന്നത് മൂന്നാർ പോയാൽ തണുപ്പൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. പകല് നല്ല ചൂടുണ്ട്, അതിൽ നമുക്കൊന്നും പറയാനില്ല കേട്ടോ. രാത്രി നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി. ഞങ്ങളാണെങ്കിൽ കട്ടിയില്ലാത്ത പുറപ്പൊക്കെ എടുത്തിട്ടാണ് നല്ല ചുരുണ്ടുകൂടി കിടന്നിട്ടാണ് അഡ്ജസ്റ്റ് ആയത് കേട്ടോ. അതായത് ഇവിടെ വന്നാലുള്ള പ്രത്യേകത ഈ ഗ്രൗണ്ടിൽ നമുക്ക് വണ്ടി ഇടാം, അതേപോലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആവാം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഇവിടെയാണ് എല്ലാ ടൂറിസ്റ്റുകാരും വണ്ടി നിർത്തുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ പോവാണ്. ഇവിടുന്ന് മൂന്നാർ ടൗണിൽ നിന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഞങ്ങളുള്ളത്. ഇവിടുന്ന് ഒരു 32 കിലോമീറ്ററാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്നത്. 1800 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു, അതായത് ഇവിടുന്ന് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. പിന്നെ നീലക്കുറിഞ്ഞികൾ ഈ 12 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉണ്ടല്ലോ, അത് മെയിനായിട്ട് പൂക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2018 തോന്നുന്നു ഒന്ന് ലാസ്റ്റ് പൂത്തത്. ഇനിയിപ്പോ എപ്പോഴാണ് 4 വർഷം കൂടി കഴിഞ്ഞാൽ പൂക്കും. 4 വർഷം കഴിഞ്ഞ് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം അല്ലേ. ഇത് തണുക്കുന്നുണ്ടോ? ഇതെന്താ ഞങ്ങളിപ്പോ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്ത് നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. പുറത്ത് മുകളിലേക്ക് ഫോൺ പിടിച്ചിട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഈ ടോപ്പ് സ്റ്റേഷന് ഇങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ പേര് വരാനൊരു കാരണമുണ്ട്. ടോപ്പ് സ്റ്റേഷന്, അതായത് ഈ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയാൻ നമുക്ക് ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറയുക. പട്ടാളക്കാരൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേയില തേയില ട്രാൻസ്പോർട്ടേഷൻ കേരള, തമിഴ്നാട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അന്ന് കാലത്ത് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നിടത്ത് ഒരു റെയിൽവേ സ്റ്റേഷനും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് പേര് വന്നത്. അപ്പോൾ പറഞ്ഞിട്ട് ഇതിൽ മെയിൻ ഒരു കാര്യം, ഈ ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാട്ടിലാണ്. അതെ, നമ്മളിപ്പോൾ കേരളത്തിലാണ്. അപ്പൊ നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു ചെറിയ യാത്ര പോവാം. എന്നാൽ നമുക്ക് നേരെ വീട്ടിലേക്ക്. അൻസി, ഈ കാണുന്നുണ്ട് ഈ ബസ്സുകള്, ഇത് ഫിലിം യൂണിറ്റ് ആണ്. ഇതൊക്കെ സിനിമ യൂണിറ്റ്. എവിടെയോ ഷൂട്ടിംഗ് ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവര് പോകുന്നതിന്റെ കൂടെ അങ്ങ് പോവുകയാണെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത്. ഇതുണ്ടോ ഇവിടെ, അതാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവിടെ വണ്ടിയൊക്കെ കഴുകുന്നുണ്ടോ? നല്ല നീറ്റ്, അടിപൊളി. ആണുങ്ങളുടെ നല്ല അടിപൊളി നീറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങി നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ, നമ്മള് രാത്രിക്ക് ഇട്ടതല്ലേ? രാത്രിക്ക് ഇട്ടതാ. എത്ര രൂപ? 50 രൂപ. ലാഭമാണല്ലേ? ലാഭം എന്ന് പറഞ്ഞാൽ റൂം എടുക്കുന്നതിനേക്കാൾ. അയ്യോ, ബസ് ഇങ്ങോട്ടാണല്ലോ. പണിപ്പാളിയോ ചേട്ടാ, ഒരു മിനിറ്റ്. ഇതാട്ടോ 50 ചെയ്തിട്ടുണ്ടേ. ബസ് കാരൊന്നും കേറ്റുന്നില്ല അല്ലേ? രാവിലെ തന്നെ ഫുള്ളായിട്ടോ. അടുത്ത ബസ് ഇയാളെടുത്താൽ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ ബ്ലോക്ക് ആയി ഉള്ളത്. ബ്ലോക്കായി. അത് ഈ സൈഡിലൊന്നും കൂടി തിരിക്കാൻ നോക്കിയതാ. പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളിയെ കേൾക്കുന്നില്ല ആ ബസ്സുകാരനെ. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഇനിയിപ്പോ നമുക്കൊന്ന് പോണെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും. ചേട്ടേ, രാവിലെ സമയം എത്രയായി? 9:35. ആ സമയത്ത് ഇവിടെ എന്താ അവസ്ഥ? ഫുള്ള് ബ്ലോക്ക്. അല്ല, ഇതിൽ രസം എന്താ അറിയോ? നമ്മള് പോരാൻ നേരത്ത് മൂന്നാറിനോ, ഈ ചൂട് കാലത്ത് നിങ്ങളല്ലാണ്ട് ആരെങ്കിലും മൂന്നാറിന് പോവോ? പക്ഷെ ഞങ്ങളെ പോലെ ചിന്തിച്ച ഒരുപാട് പേര് ഇവിടെ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് ഇവരെല്ലാം കൂട്ടുണ്ട്. പക്ഷെ ഇതിൽ വേറെ കാര്യം, രാത്രി അടിപൊളി തണുപ്പാ. നമുക്ക് രാത്രിക്കത്തെ തണുപ്പാണ് നമുക്ക് വേണ്ടത്. വണ്ടിയാ? ബൈക്കല്ലേ? ഇച്ചിരി സ്ഥലം മതിയല്ലോ ചേട്ടൻ, ഇങ്ങനെ ഇടയിൽ കൂടെ പോവാം. പക്ഷെ നമ്മക്ക് പറ്റൂല. എന്തുമാത്രം ബസ്സാണ് വന്നേക്കുന്നല്ലേ? ബസ് മാത്രോ? എന്തോരം ടൂറിസ്റ്റുകാരാ. അതായത് സീസണിൽ വരുന്ന ആ ഒരു തിരക്കുണ്ട് ഇപ്പൊ. അത് മാത്രല്ല, ഇപ്പൊ ഇനിയിപ്പോ സ്കൂൾ ലീവ് ആയിട്ട് ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ ഇറങ്ങി തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. കാരണം ഫുൾ എക്സാം ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, നമ്മളിപ്പോ എവിടെ പോയാലും നമ്മളിങ്ങനെ ഈ വെയിലുള്ള സമയത്താണ് നമ്മളിപ്പോ ലഡാക്ക് പോയപ്പോഴാണെങ്കിലും കാശ്മീർ പോയപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ പോയേക്കുന്നത്. അതിൽ പക്ഷെ വേറെ ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് ആ സ്ഥലങ്ങൾ കറക്റ്റ് കാണാം, അവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റും.
മഞ്ഞായി കഴിഞ്ഞാൽ എല്ലായിടത്തും ഫുള്ള് കോട കയറി. ഞാനും ചേട്ടയും കൂടി ഒരു പ്രാവശ്യം ഇതേപോലെ മൂന്നാർ വന്ന അന്ന് ഈ ടോപ്പ് സ്റ്റേഷനിൽ പോയപ്പോണ്ടല്ലോ ഒന്നും കാണാൻ പറ്റില്ല. നേരെ മുമ്പിൽ നിൽക്കുന്നവരെ തന്നെ കറക്റ്റ് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോടയാ. അങ്ങനെ കോട ഉള്ളപ്പോ നമ്മൾ ഈ പൈസയും മുടക്കി എന്തിനാണ് ഇവിടെ വരും? പക്ഷെ നമ്മൾ ഇപ്പൊ വന്നപ്പോ നമുക്കിപ്പോ തേയിലത്തോട്ടാണെങ്കിലും കറക്റ്റ് കാണാം. കാര്യം കോട കയറുന്ന ഭംഗിയില്ലെന്നല്ല, എല്ലാം ഭംഗിയാണ്, എല്ലാം ഭംഗിയാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എന്താ ഞാൻ ചന്നു ചിരിച്ചതാണോ? അത് കൊള്ളാലോ. ഇവിടെയൊക്കെ ഗ്യാസ് ഊറ്റി വിതരണം ഉണ്ടല്ലോ, അതിന്റെയാണ് ഈ തിരക്ക്. അവരെല്ലാവരും ഓരോരുത്തർ വണ്ടിയിൽ വന്ന് കൊണ്ടുപോവുക. കാരണം ഇന്ന് കിട്ടുന്ന ദിവസമാണേ. ഇതെന്താ ആ ചേട്ടൻ ഇങ്ങോട്ടാട്ടെ ബാക്കിലേക്ക് നോക്കണ എടുക്കുമ്പോ തട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തു കൂടെ പോയത്. ചേട്ടൻ എന്താ താഴേക്ക് പോവാനോ അല്ലേ? ഈ കയറ്റത്തിൽ കൊണ്ടുപോയി തന്നെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു മിനിറ്റ് നമ്മളാ കറക്റ്റ് വളവിലും ആയിപ്പോയി. കറക്റ്റ് മൊനമ്പില് വന്ന് നിക്കാന്ന് പറയില്ലേ അത്. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കാം. ഒരു കട കണ്ട് നിർത്തിയേക്ക്, ഇനി കുഞ്ഞിന് ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് അങ്ങ് പോവാണെങ്കിൽ. പക്ഷെ ഈ മൂന്നാർ വരുമ്പോ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രാത്രി സമയങ്ങളിൽ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു, ഭയങ്കര ഇളി, ചിരിച്ചോണ്ട് വന്നു. പക്ഷെ പുള്ളിക്കാരി വേറെ ഒന്നും പറഞ്ഞില്ല. ഞാന് പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ ലൈറ്റും കിട്ടും. അപ്പൊ നോക്കുമ്പോ ആൻസീനെയും കൊച്ചിനെയും കണ്ടു. അപ്പൊ പെട്ടെന്ന് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു പോയി കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഉപദ്രവിക്കുക അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിനകത്തേക്ക് ചാടിക്ക് ഒരു ഫോണൊന്നല്ല കേട്ടോ, ഞങ്ങള് നേരിട്ട് കണ്ടോണ്ട് നിൽക്കുന്നതാണ്. ഓരോ മലയാളികൾ വന്ന് പോകുന്നു, കാട്ടിന്നൊക്കെ കേറി ചെയ്യരുത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫോട്ടോ പോയിന്റില് വണ്ടി സൈഡാക്കിട്ടോ. എന്തിനാണെന്നറിയോ? ചെറിയൊരു ചായ കുടിക്കാം. ലാൻസി മോ ഇങ്ങനെ ചെയ്യണം. ഞാൻ എല്ലാ സാധനം കാശ് കൊടുത്ത് മേടിച്ച് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നതേ എല്ലാം ബാഗില് ശേഖരിച്ച് വെക്കാനാണ്. കഴുത്തേൽ ഞാനൊരു മാലിട്ട് കൊടുത്തിരുന്നു, കയ്യിലൊരു വള ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ല. എല്ലാം ബാഗിൽ എടുത്ത് വെച്ചിരിക്കുക. ആ വണ്ടിയിലൊക്കെ ഇനിയൊരു 4 പേരും കൂടി കയറാനുള്ള ഗ്യാപ്പ് ഇല്ലല്ലോ. അതിന്റെ ടയറൊക്കെ ചപ്പിയിരിക്കുന്നു, ബേക്കിംഗ് താന്ന് ഫ്രണ്ട് പൊന്തിയിരിക്കുന്നു. എത്ര ആളുണ്ടായില്ലേ? ഫോട്ടോ പോയിന്റിൽ അത്യാവശ്യം നല്ല തേയിലുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. അതൊക്കെ ഈ ഭംഗിയാണ് ആസ്വദിക്കാൻ എല്ലാവരും ഇവിടെ വരുന്നത് അല്ലേ? ഇഷ്ടംപോലെ വണ്ടി കേട്ടോ, തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളൊരു അണ്ണൻ്റെ കടയിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വരേൻ്റെ തൊട്ടടുത്ത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്രെഡ് ഓംപ്ലേറ്റ് ആട്ടോ പറഞ്ഞേ. ആൻസിക്ക് ബ്രെഡ് വെക്കാത്ത ഓംപ്ലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ല. മധുരവും മാഗി വേണം, കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. മാഗി വേണം, മാഗി. ഇവിടെ ഗ്യാസ് പ്രശ്നമുണ്ടോ കേട്ടെ? അതാണ് ഏറ്റവും പ്രശ്നം അല്ലേ? താഴെ കൊടുക്കുന്നുണ്ടല്ലോ പ്രൈവറ്റ്, മറ്റേ ഇതാന്ന് തോന്നുന്നു വീട്ടിൽ ഉപയോഗിക്കുന്ന കുറ്റി. OTP ആണെന്ന് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുള്ളൂ. OTP ഒക്കെ വന്നാൽ എന്താ ചെയ്യാല്ലേ? എങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? ചൂപ്പടാണോ? സൈഡിലേക്ക് ഒന്ന് തിന്നണേ. ഇങ്ങോട്ട് കയറുന്നോ? ഓ, ഓണടിച്ചോ പേടിച്ചോയോ? കണ്ട കൊച്ചിനങ്ങനെ പല പല പേടികളൊക്കെ ഉണ്ട്. പക്ഷെ പ്രേമ സിനിമ കാണുക അങ്ങനത്തെ കാര്യത്തിനൊന്നും പേടിയൂല്ല. അതൊക്കെ ഭയങ്കര ധൈര്യം. കാണും. 2 കൈ ഉണ്ടല്ലോ, ഒരു കൈ കൊണ്ട് തിന്നേ. ചൂടാ മേത്തുന്നൊരു തൂക്കരുത്, മുട്ടയാണേ. ഇതിന്റെ സൗണ്ടാണോ കേട്ടെ? ഈ ഫ്രണ്ടിൽ പോണേന്റെ ഇത്തിരി സൗണ്ടേ ഉള്ളൂ അല്ലേ? ഇത്തിരി സൗണ്ടേ ഉള്ളൂ. അവരുടെ കയ്യിൽ ഡ്രോണൊക്കെ ഉണ്ടല്ലോ. റേഞ്ച് പിടിക്കാൻ പോയിക്കാ. റേഞ്ച് ഇല്ല കേട്ടോ, അത് വലിയൊരു പ്രശ്നമാണ്. കുഞ്ഞാറ്റേന്ന് പാത്രം കഴുകേണ്ടി വരും കേട്ടോ ഇവിടുത്തെ. കുഞ്ഞാറ്റേ ഇവിടെ എത്തിയിട്ട് പോകാം നമുക്ക്. പാത്രം കഴുകുക. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വരുന്നത് അല്ലേ? പുള്ളി ജാർഖണ്ഡിലെ എന്തോ ഒരു ഓഫീസറാണ്, അതുകൊണ്ട് പുള്ളിന്റെ കൂടെ 2 ഗൺമാൻ ഉണ്ട്. ഇത് ടോപ്പ് സ്റ്റേഷൻ അല്ല, അയ്യോ സോറി, ഇത് ഫോട്ടോ ഷൂട്ടിന്റെ ഏരിയ ആണ്. ഞാൻ പെട്ടെന്ന് ചേട്ടാ അത് പറയുന്നത് കേട്ട് ശ്രദ്ധിച്ച് അങ്ങോട്ട് ശ്രദ്ധയായിപ്പോയി. അയ്യോ കാറ് അല്ല ലോറി. യെസ്, ലക്കി ചേട്ടൻ വരുന്നു. നമുക്ക് ഇങ്ങോട്ട് സൈഡ് ആക്കാം.
ആരും ഇടയിൽ കയറാതിരുന്നാ മതി. ഇത് കുതിര കുഞ്ഞാറ്റി കുതിര. ഇതിന്റെ ലക്കി ചേട്ടൻ എന്ന് പറയുന്നത് ലോറിയാണ്. ഇവിടെ ക്യൂ ആണോ? പക്ഷെ വേറെ കോമഡി എന്നറിയോ, ആർക്കും ഈ തേയിലേന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. തേയിലേന്റെ ഉള്ളിൽ ഇറങ്ങി ആർക്കും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. കമ്പിവേലി ഇട്ടേക്കുക. അപ്പൊ ഇവിടെ ഫോട്ടോ സ്റ്റേഷൻ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥാണുള്ളത്? അവിടെ ചേട്ടൻ നോക്കാനും നിൽക്കുന്നുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാം, അത്രേ ഉള്ളൂ. നല്ല വണ്ടി കേട്ടോ, നല്ല ബ്ലോഗ്. ഇന്ന് തിരക്കുള്ള ദിവസമാണ് മക്കളെ. ഇനി അങ്ങോട്ട് എന്നും തിരക്കാണ്. പക്ഷെ ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ, ആ ചേട്ടന്റെ കട പോകും. അതായത് ഇത് റോഡ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഈ വഴിക്ക് വീതി കൂട്ടാൻ പോവാ. അപ്പൊ വീതി കൂട്ടുമ്പോ വീതി കൂടുമ്പോ കടയൊക്കെ എല്ലാ കടയും പോകുന്നു ഇവിടെ ഉള്ള. പിന്നെ ആ കട ഇവർക്ക് വെക്കാൻ പറ്റില്ലായിരിക്കൂലേ? പിന്നെ ഇവർ എന്ത് ചെയ്യൂലേ? ശരിക്കും ഇവരുടെയൊക്കെ ഒരു വരുമാന മാർഗമല്ലേ ഇതൊക്കെ? അടുത്ത ബ്ലോക്ക് അല്ലേ? ഇവിടെ വണ്ടികൾ രണ്ട് സൈഡ് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വണ്ടികളും കൂടി പോകുമ്പോ ബ്ലോക്ക് ആവും. ഒരു വിഷയമാണ്. ഈ കാറുകാരൻ ഇച്ചിരി അനക്കിയില്ലെങ്കിൽ നമുക്കും വിഷയമാവും. അതാ കാരണം അപ്പുറത്ത് ഈ റോഡിൽ കിടക്കുന്ന വണ്ടികളുണ്ട്, ജീപ്പുകൾ. ആ ജീപ്പുകൾ മാറിയെങ്കിൽ അവിടെ നിന്ന് KSRTC വരുന്നുണ്ട്, ഒരു ആന വരുന്നുണ്ട്. ആനക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ. ആനക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇല്ല. നമുക്ക് അങ്ങോട്ട് നീക്കാൻ പറ്റുമോ? നമുക്ക് നീക്കാൻ കുറച്ച് നീക്കി കൊടുക്കാം, നോക്കട്ടെ. അല്ലെങ്കിൽ വലിയ ബ്ലോക്ക്. അതാ ജീപ്പാരൻ ഇങ്ങോട്ട് എടുത്തില്ല. അപ്പൊ അതെന്താ ആ ജീപ്പാരൻ ഇങ്ങോട്ട് എടുക്കുന്നത്? പുള്ളിക്ക് റിവേഴ്സ് വെക്കാനായിരിക്കും. ഇവിടെ മാക്സിമം ഒതുക്കി കൊടുത്തില്ലെങ്കിൽ ആന പോവില്ല. അല്ലെങ്കിൽ ആന അവിടെ ഇങ്ങോട്ട് വരില്ല. അവിടെ രണ്ട് വലിയ വണ്ടികൾ കിടക്കും, അതിന്റെ ഇടയിൽ ആന വന്നല്ലേ. ആനച്ചേട്ടാ, ഇങ്ങനെ ബസ്സുകാരൊക്കെ വരുന്ന കാണുമ്പോ എനിക്ക് പേടിയാ. നമ്മുടെ ബേക്കും കൊണ്ട് ബ്രേക്ക് ലൈറ്റ് പ്രശ്നമല്ലേ? പുതിയ ബ്രേക്ക് ലൈറ്റ് ആണ്. ഇങ്ങനെ ബേക്കിൽ ടച്ച് ചെയ്യരുത് എന്നിനി ബേക്കിൽ എഴുതി വെക്കണ്ടത്. നമ്മൾ എവിടെ പോയപ്പോ കണ്ടിട്ടില്ലേ, ബേക്കിൽ ഉമ്മ വെക്കരുത്. ഇവരൊക്കെ നിർത്തിയിട്ടേ ആളെ ഇറക്കുവോ? അല്ല, അവിടെ വണ്ടി കുടിക്കോ? പോലീസൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ബ്ലോക്ക് ആവുന്ന സ്ഥലം, അതുകൊണ്ടാന്ന് തോന്നുന്നു. എല്ലാത്തിനും എടുത്ത് പിടിപ്പിക്കും. വണ്ടികളെല്ലാം എടുത്ത് പിടിക്കുക. ആ നല്ല കാര്യല്ലേ, അപ്പൊ ബ്ലോക്ക് ഒന്ന് മാറി കിട്ടും. പക്ഷെ കാര്യമൊന്നുമില്ല, ഇവിടെ ഫുള്ള് വണ്ടികളല്ലേ. അല്ല, തൊട്ടിപ്പുറത്ത് വന്നിട്ട് നിർത്താനായിരുന്നു ചേട്ടൻ. അവിടെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. ചേട്ടാ, ഞങ്ങളും കൂടെ നിൽക്കോട്ടെ. ചേട്ടൻ പോരാ. താങ്ക് യു ചേട്ടാ. കണ്ടോ, മതില് കാണുന്നുണ്ടോ? മതില് കാണി പോയി ഫോട്ടോ എടുക്കുന്നുണ്ടോ? അവരുടെ വരുമാന മാർഗ്ഗം ആയതുകൊണ്ടാണ് അവരവിടെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി പോവാ. വേറൊരു കാര്യം, ഇതിൽ മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ. ഇന്നലെ അതല്ലേ നമ്മളെ പൂ കാണാൻ പോയപ്പോ അങ്ങോട്ട് കയറരുത്. ആ ചേട്ടൻ്റെ അടുത്ത് വെച്ചപ്പോ ആ ചേട്ടൻ പറയാം അവിടെ മരുന്നടിച്ചിട്ടുണ്ട്, ചിലപ്പോ അത് റിയാക്ഷൻ ആവുന്നു. അപ്പൊ ആ സാധനമല്ലേ നമ്മൾ ഈ ചായ ആണെന്ന് പറഞ്ഞു കുടിച്ചേക്കുന്നത്. എന്റെ ദൈവമേ, എന്തൊക്കെ റിയാക്ഷൻ വരാൻ കിടക്കുന്നല്ലേ. അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പി കുരുവിലേക്ക് ഡയറക്റ്റ് ഒരു മരുന്നും അടിക്കുന്നില്ല. ചോട്ടിലിട്ട് കൊടുക്കും. അത് കായായി കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ ആ ഇതങ്ങ് തീരും. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് നേരെ ഈ ഇലയിലേക്കാണ് അടിച്ചു കയറ്റുന്നത്. അതുകൊണ്ടാണ് കാപ്പി കുടിച്ചാൽ തേയില കുടിക്കരുത് എന്ന് പറയണേ. ഇവർക്ക് ഭയങ്കര തിരക്കാല്ലേ? പിന്നല്ല, ഇവർക്കൊക്കെ ഇവിടെയുള്ള കുറെ ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ കുറെ തിരക്കുണ്ടാവും. ഇവിടെ എന്താ സംഭവം കണ്ടോ, തേയില പറിച്ച് തൂക്കുകയാണ്. അപ്പൊ നമ്മളങ്ങനെ ഇനി പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിന്റെ മേളിൽ കൂടെയാണ് കേട്ടോ. ഇത് മാട്ടുപ്പെട്ടി ഒരു റിവർ ഉണ്ട്. ആ റിവറിന്റെ മേളിൽ കൂടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഡാമാണ്. അതായത് ഇത് കണ്ടോ, നടുക്ക് കൂടി ഒരു കുഴി കണ്ടോ? നല്ല കുഴിയാ, എന്താണെന്നറിയില്ല. അതായത് അത്യാവശ്യം ആളുണ്ടല്ലേ? ആളുണ്ട്. 1940 ഈ ഇതിനു വേണ്ടി വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചേക്കുന്ന ഡാമാണിത്. വിദേശത്ത് നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. വണ്ടി വരുമ്പോ മാറുന്നില്ല ചിലത്. പക്ഷെ ഇതെന്താ ഒരേപോലെ ഉണ്ടല്ലോ ഏട്ടേ, ഒരേപോലെ കുഴിയുണ്ടല്ലോ. ചിലപ്പോ എന്തെങ്കിലും പൈപ്പ് അങ്ങനെ എന്തെങ്കിലും പൈപ്പിന്റെ ചെയ്യാനോ. ഇതാ താഴ്വശത്തെ വെള്ളം ഉണ്ടല്ലേ. ഇതിന്റെ താഴെ ഇത് വരുന്നുണ്ടല്ലോ, ഈ ഷട്ടർ. അതിന്റെ സൈഡ് അതിന്റെ ഫില്ലറിന്റെ വല്ലതും ആയിരിക്കും. അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞങ്ങൾ വരുമ്പോഴേ ഇതിലിങ്ങനെ കുഴിയുണ്ടല്ലേ. ക്ലിയർ ആവും. കാണുമോ? മറ്റേ ആൾക്കാരുണ്ടാവും ചിലപ്പോ, കുരങ്ങന്മാര്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. നമുക്ക് ആദ്യം ടോപ്പ് സ്റ്റേഷനിൽ പോവാം. അതെ, ഇപ്പൊ ടോപ്പ് സ്റ്റേഷനിലൊക്കെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് വണ്ടിയൊക്കെ വെക്കാൻ പറ്റുമോ എന്തോ.
ഒരിടയ്ക്ക് നമ്മൾ ആ വണ്ടിയും കൊണ്ട് പോയിട്ട് ബ്ലോക്കിൽ പെട്ട് കിടന്ന ഓർമ്മയില്ല, അങ്ങനെയായി പോകും. അത്രയും തിളക്കമുണ്ട് ഇവിടെ തന്നെ. ചിലവരിന്റെ അല്ല, വഴിക്ക് വീതിയില്ല, രണ്ട് സൈഡിലും കൂടിയാ വണ്ടി നിർത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നോണ്ട് നടുക്ക് കൂടിയുള്ള വണ്ടികൾക്ക് പോക്ക് പാടാ. ഇനിയിപ്പോ ആക്കൂന്ന് പറയുമ്പോ അതൊരു നല്ല കാര്യം തന്നെയാണ്. വീതി കൂടണം, വീതി കൂട്ടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ കുറെ പേരുടെ ജീവിതമാർഗം പോകും, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ നമുക്കിവിടെ നിന്ന് ചുമ്മാ നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ ഇന്നലെയൊക്കെ കണ്ട ആ വെള്ളപ്പൂവ്. കണ്ടോ, നമ്മുടെ നാട്ടിലെ ആ ഒരു ടൈപ്പിലല്ല ഈ പൂ ഉണ്ടായേക്കണേ. ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലത്തെ ആ സെയിം സംഭവമാണ്, അതല്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കളറൊക്കെ നോക്കുമല്ലോ, കറുപ്പും വെളുപ്പൂന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു, മറന്നുപോയി എന്താണെന്നൊക്കെ. ആ സാധനമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാനാണ് കേട്ടോ ഭംഗി. ഇതെങ്ങോട്ടടി കയറുന്നത് വല്യമ്മേ? താഴെ വീടി പെണ്ണേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ആനേനെ കാണുന്ന പോയിന്റ് കേട്ടോ. അത്ര നല്ല കാര്യമല്ല എങ്കിലും കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേര സമയങ്ങളിലാണെങ്കിലാണ് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുക കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനകൾ പുല്ല് തിന്നുന്ന സ്ഥലമാണ്. പക്ഷെ പുല്ലില്ലല്ലോ ഇപ്പൊ, പുല്ലില്ല, അതുകൊണ്ട് വരില്ലായിരിക്കൂലേ. പക്ഷെ വരും, കാട്ടിലൊന്നും അതിനെ പോലെ അത്ര പോലും ചിലപ്പോൾ പുല്ലുണ്ടാവില്ല. അപ്പൊ ഇങ്ങോട്ട് മെല്ലെ ഇറങ്ങും, രാത്രി ആകുമ്പോഴായിരിക്കും ഇറങ്ങുക. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു യാത്രയിൽ വന്നപ്പോഴും ഞാൻ കണ്ടതൊക്കെ വൈകുന്നേര സമയത്തായിരുന്നു നമ്മൾ പോയത്. അന്ന് ഇതാ ഇവിടെ കണ്ട, അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അവിടെ ഇഷ്ടം പോലെ ആനയുണ്ടായിരുന്നു. ഇതിന്റെ മേളിലൊക്കെ ഉണ്ടാവുമായിരുന്നു, ഇല്ലത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. സൂക്ഷിച്ചു പോകുക അല്ലേ, ഫെൻസിങ് ഇട്ടിട്ടുണ്ടോ? അതിപ്പോ ഉള്ളു ഫോറസ്റ്റ് അല്ലേ. ഓ, ചേട്ടന്മാർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക. എന്തായിരിക്കും, നമുക്കിങ്ങോട്ട് പോയാലോ? എന്തായിരിക്കും കഴിക്കാനായിട്ട്? അതറിയില്ല. അയ്യേ, എന്താ, ബ്രെഡോ? ബ്രെഡും കോഴിയാന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് കിട്ടിയ കഴിക്കാനല്ലേ. ഞാൻ അവരെ വയറ് തീർത്താതിരുന്നാ മതി. അപ്പോൾ നമ്മളങ്ങനെ കുണ്ടല ഡാമിൻ്റെ അടുത്ത് ഇറങ്ങി കേട്ടോ. ഈ താഴെ കാണുന്നതൊക്കെയാണ് കുണ്ടല ഡാമിൻ്റെ റിസർവോയർ ഏരിയ ഒക്കെയാണ്. ഇവിടെ കയാക്കിങ്ങും സംഭവങ്ങളൊക്കെ, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാറ്റ് നല്ല ഉറക്കമാണ്. ഒരങ്ങൊക്കെ എടുത്തു കൊണ്ടുപോയാലോ അല്ലേ? ശരിക്കും ഇവിടുന്ന് താഴേക്ക് വണ്ടി കൊണ്ടുപോകാമായിരുന്നേട്ടേ. കൊണ്ടുപോവാം, 20 രൂപ കൊടുത്താൽ മതി. അതൊന്നുമല്ല പ്രശ്നം. താഴെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്ക് ആവും കൂടുതൽ. ഞാൻ പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചു, പുള്ളി പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് വണ്ടികൾ പോയിട്ടുണ്ട്, ചിലപ്പോൾ താഴെ ബ്ലോക്ക് ആവും. ഇനിയിപ്പോൾ ഈ റോഡ് സൈഡ് മൊത്തം വണ്ടികൾ വരുമെന്ന് സീസൺ ടൈമിലൊക്കെ. ഇനിയിപ്പോൾ നമ്മളെന്തിനാ വെറുതെ ഈ ബ്ലോക്കിലേക്ക് കുറച്ച് നടക്കാലോ, നടക്കലില്ലല്ലോ. ഇത് 2 മിനിറ്റത്തെ കള്ളവർക്ക് ഉറങ്ങാൻ പോയതാ. അപ്പൊ നമുക്ക് താഴേക്ക് പോയിട്ട് ഈ ഡാമിനൊരു പ്രത്യേകതയുണ്ട്, അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുണ്ടല ഡാമിന്റെ അടുത്തേക്ക് എത്തിയില്ലേ. ഇതൊക്കെ കണ്ടുണ്ടാക്കുന്ന ഒരു ഡാമുകളാണ്. പക്ഷെ ഈ ഡാമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണിത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം അല്ലേ? ആർച്ച് പോലെയാണ് ഇരിക്കുന്നത്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, അപ്പുറത്തുനിന്ന് കാണണം അല്ലേ. നമുക്കിത് കഴിഞ്ഞിട്ട് എന്താണ് അല്ല, ഇതൊരു ബസ് റൂട്ടാന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുക? ഞാൻ വിശ്വസിക്കും. ഇതിന്റെ മേളിൽ കൂടി ബസ് പോകും. ഞാൻ നേരത്തെ കണ്ടായിരുന്നല്ലേ. ഇവിടുത്തെ കടകളൊക്കെ നല്ല ഓപ്പൺ അല്ലേ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, തിരക്കുണ്ട്. വെള്ളമില്ല നന്നായിട്ട്. ഇളങ്ങണയാ? എന്ത് ഇളങ്ങണേ? അതവിടെ കാറ്റടിക്കുന്നതിന്റെ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. അടിച്ചോട്ടെ, നല്ല അടി കൊടുത്തു. ഇവിടെ നിന്ന് ഇനി താഴേക്ക് ഒന്ന് നോക്കി നോക്കട്ടെ. ഓ, എങ്ങനെയുണ്ട്? കുറഞ്ഞ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിലും പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ടില്ലേ. അവിടെ പോയി നിൽക്കണം. അപ്പൊ കുറച്ചും കൂടി ആർച്ചാണിതാ, ആർച്ച് പോലെ ഉണ്ട്. അപ്പുറത്തും കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ ആദ്യമായിട്ട് പക്ഷെ ഇങ്ങോട്ട് വരുന്നത്. നീ ആദ്യമായിട്ടാണോ? അതാണ് എനിക്കൊരു തോന്നൽ. അല്ലടി, അല്ല, ഇനി മുമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്, പിന്നെ എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. എന്നാ ഇതെന്റെ ഷട്ടർ തുറക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? ഇത് കൊള്ളാലോ. അത് കൊള്ളാന്ന് പറഞ്ഞാൽ അത് ഷട്ടർ വെക്കണ സാധനല്ലേ. സംഭവം കൊള്ളാം. ഇതൊക്കെ അതിന്റെ വേറെ ഭാഗങ്ങളായിരിക്കും. നല്ല വെള്ളമുണ്ട് കേട്ടോ. എത്ര അടി വെള്ളം ഉണ്ടാവും ഇപ്പൊ? അല്ല, ഇന്നലെ കൊറേ ഫോട്ടോ എടുത്ത്, ഇന്നലെ കൊറേ എടുത്ത്, അതുകൊണ്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നലെ നമ്മൾ കൊറേ ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസ് ഒക്കെ ഇവിടുന്ന് താഴേക്ക് നോക്കി നോക്ക്.
ഈ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കലാണ് വേറൊരു പരിപാടി. എന്റെ പൊന്നെ കൊച്ചിനെ പിടിക്കാൻ ഓർക്കേ അവൾക്ക് ഇറങ്ങണമെന്നായില്ലേ ഇറക്കി വിടാൻ അങ്ങോട്ട് വണ്ടി കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ആർച്ച് പോലെ ഉണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കറക്റ്റാണ് കൊരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആണോ? പിന്നെ ഫോട്ടോ എടുക്കലാണ് പിന്നെ കൂടുതൽ. ഫോണും കൊണ്ട് പോവാതെ നോക്കിക്കോ. ഫോണും കൊണ്ട് പറഞ്ഞാൽ എന്റെ കയ്യിൽ 2 ഫോണാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെകിളി പോണുണ്ടോ? ഇത് അധികം ഇല്ല അല്ലേ ബോട്ട് സഫാരി അധികം ഇല്ലല്ലോ. ഇല്ല കുറഞ്ഞ ദൂരം 2, 3, 4, 5 എണ്ണേ ഓടുന്നു. എല്ലാവർക്കും ചവിട്ടണ്ടെന്ന് മടിയായിരിക്കും. ചവിട്ടണ്ടേ ഈ വെയിലത്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെയാണ്. ഇവിടെ അങ്ങോട്ട് പൈനാല്ലേ പൈനല്ലേ അത് ഇതുണ്ടോ കറക്റ്റ് ഒരു ആർച്ച് പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആർച്ച് ഡാം ഗ്രാവിറ്റി ഡാം എന്നൊക്കെ പറയും. നല്ല രസമുണ്ടല്ലോ വെള്ളം എടുക്കുന്ന നല്ല ഭംഗിയുണ്ട്. ചവിട്ടി അരക്കി അങ്ങോട്ട് ചവിട്ടിയത് ഞാൻ കല്ലേലാന്ന് വിചാരിച്ചു ഉറുക്ക് ചവിട്ടതിന് നമുക്ക് പിന്നെ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക. നിനക്ക് വെയിലടിക്കാതിരിക്കാനല്ലേ ആ ഷാള് വന്നത്. നീ ചന്തം കണ്ടിട്ടേക്കണ പോലെ ഉണ്ടല്ലോ തലയിലിടുമ്പോ അത്. അതിനിപ്പോ എന്തൊക്കെയോ സാധനങ്ങൾ വേണം, കണ്ടമാന സാധനങ്ങൾ. എവിടെയും കൊണ്ടുപോകാണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് വേറെ ഒന്നുമില്ല. മനസ്സിയെ എന്തൊക്കെയാണല്ലോ ഇവിടെ വന്നപ്പോൾ ആ ചൂടൊക്കെ മാറിയില്ലേ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ കടകളാണ്. ഇത് ശരിക്കും ബസ് റൂട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ബസ്സെല്ലാം ഇവിടെ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ട് അവിടുത്തെ ജീവനക്കാർ അവിടെ താമസിക്കുന്നവരൊക്കെ കുറേ പേരുണ്ട്. അവർക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള നല്ല തണുത്ത കാറ്റ് അല്ലേ, കൊള്ളാം, അടിപൊളി. യൂക്കാലിൻ്റെ മറ്റേ സാധനമല്ലേ, പക്ഷെ നല്ല കാറ്റ്. ഇതൊക്കെ എന്താ പിന്നെ ആദ്യക്കിറ്റ് നിങ്ങൾക്ക് ഇത്ര തണുപ്പ് പ്രശ്നമുണ്ട്. അപ്പൊ നീ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. ഇതിലും തണുപ്പായിരുന്നു ഇന്നലെ രാത്രി. അപ്പൊ ഇനി നമുക്ക് വല്ല തിരിച്ചു പോവാം അല്ലേ? തിരിച്ചു പോയാലോ? നമുക്ക് ഇവിടെ നിന്ന് പോവാം അല്ലേ? അതാ ചാടി ചാടി വരുന്നു. വെള്ളത്തിൽ പോകൂടാ, നിങ്ങൾക്കൊന്നും ജീവനിൽ കൊതിയില്ലേ? അല്ല അവിടെ മടിനൊക്കെ പോകണം. അല്ല ആരുടെയും കാര്യം എന്തെങ്കിലും കണ്ടിട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഈ വെള്ളം ഉണ്ടല്ലോ. ഈ കാണുന്നത് കുണ്ടള ലേക്കാണിത്. കുണ്ടള ലേക്ക് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം എത്ര ഉണ്ടെന്ന് ഇവിടെ നോക്കിയിട്ട് കാണില്ല. അതാ പുറത്തുനിന്ന് നോക്കിയാലേ കാണുള്ളൂ, ഇവിടെ നോക്കിയാൽ കാണില്ല. ഒരാൾ തന്നെ ഓടിച്ചോണ്ട് പോകും. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഉള്ള ഒരു വ്യൂ ഉണ്ടോ? ബേക്കറി തേയിലത്തോട്ടം, ഫുള്ള് മലകള്, അതിന്റെയൊക്കെ നടുക്കായിട്ട്. അല്ല ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവര് സ്ഥിരം കാണുന്നല്ലേ. ഈ താഴേക്ക് ഒന്നും കൂടി നോക്കി കണ്ടിട്ട് നമുക്ക് പോവാം. വേഗം പോവാം. അവരിങ്ങോട്ട് വരുന്നുണ്ടോ? അവന്മാര് വരുന്നുണ്ടോ നോക്കണേ. ആര്? കുരങ്ങന്മാരാ? കൊള്ളാല്ലേ. അപ്പൊ ഇവിടുന്ന് മെല്ലെ നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് നമുക്ക് സ്റ്റാൻഡ് വിടാം അല്ലേ? സ്റ്റാൻഡ് വിടാം. നമ്മള് ഫോണൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ ഫോണൊക്കെ അമ്മരെ സെൽഫി എടുത്ത് കളിക്കും. നമുക്ക് പോവാ. ഈ കോരങ്ങന്മാരെ ചേട്ടന്മാരെ ചേട്ടന്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ മേത്തൊക്കെ ചാടി അങ്ങോട്ട് കേറിട്ടോ. സൂക്ഷിച്ചും കണ്ടു പോയില്ലെങ്കിൽ പണി കിട്ടും. കയ്യിലൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അവരെ തന്നെ നോക്കും. ആ കൊച്ചിന്റെ കയ്യിൽ കടിച്ചു കിട്ടേ, എന്തോ ചെയ്തെന്ന് തോന്നുന്നു. അയ്യോ കടിച്ച സീനാ. കുഞ്ഞാറ്റന്നെ നോക്കണോട്ടോ. ഒരു വിധത്തിൽ ഇവിടെ എത്തിട്ടോ. എത്തി കഴിഞ്ഞപ്പോട്ടാ ഇവിടെ മൊത്തം കുരങ്ങന്മാരെ കൊണ്ട് മാത്രമല്ല വണ്ടി ഫുള്ള്. നമ്മളെങ്ങനെ വണ്ടി എടുത്ത് പോവാ? താഴെ വണ്ടി ഇടാതിരുന്നതിന് കാരണം എന്താ? വണ്ടി എടുത്ത് പോരാൻ പറ്റുമോ അറിയില്ലാത്തോണ്ട്. ഇപ്പൊ ഓരോ ബേക്കിലും ഫ്രണ്ടിലും ഫുള്ള് വണ്ടി. ഒട്ടും തിരക്കില്ലാതെ. തിരക്ക് തീരെയില്ല. ഓരോ ബസ്സുകളാണ് വരുന്നത്. തിരക്ക് ഓഫ് സീസൺ ആയതുകൊണ്ടേ ഒട്ടും തിരക്കില്ല. ചേട്ടാ ഞങ്ങളൊന്നും അങ്ങോട്ട് പോക്കോട്ടെ. നടു റൂട്ടിലാണ് ഓരോരുത്തന്മാർ വണ്ടി നിർത്തിയിട്ടേക്കണേ. ഇവിടെ തന്നെ എത്ര ബസ്സാന്ന് നോക്കി. ആ ഹോൺ അടിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നന്ദി. ഞാൻ താങ്ക് യു പറഞ്ഞു, പുള്ളി എനിക്ക് വെൽക്കവും പറഞ്ഞു. ഓഹ് എന്തോരം ബസ്സല്ലേ. പക്ഷെ ആ ഡാമിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴേ ആ ചൂട് അല്ല തണുപ്പൊക്കെ അങ്ങ് പോയി ചൂടായി. അവിടെ നല്ല കാറ്റടിക്കും. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. മൊത്തം തേയില ഇങ്ങനെ നിൽക്കുന്നതാണ് വല്ലാത്തൊരു ഭംഗിയുണ്ടല്ലേ. ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വണ്ടി പോകുമ്പോഴേ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. നമുക്ക് അതിന്റെ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ഇതിനകത്ത് കൂടി കാണിക്കായിരുന്നു. അടിപൊളിയായി. മൊത്തത്തിലൊരു വല്ലാത്തൊരു പച്ചപ്പ് അല്ലേ. അത് കൊറേ ഈ മൂത്ത് നിക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് 2-3 ടൈപ്പ് പച്ചക്കളറാണ് ഇതിനകത്ത്. 2-3 കളറാ. നല്ല രസം കാണാനായിട്ട്. ഇത് മൊത്തം എസ്റ്റേറ്റുകാരുടെ ആയിരിക്കില്ലേ? പിന്നെ നല്ല പൈസ ഉണ്ടാക്കി ഉണ്ടാവും. അതിന്റെ മേളിലേക്ക് ഫോറസ്റ്റാ. ഇതിന്റെ മേളിലേക്ക്. അതാണ് വേറൊരു പ്രശ്നം. ഈ ആനയും കുന്തൊക്കെ ഉള്ളതുകൊണ്ടേ അവരിതൊക്കെ വെള്ളം നിറച്ച് വെക്കുക. നമ്മളങ്ങനെ ദേവികുളം പഞ്ചായത്തിൽ കൂടിയാണ്, ഗ്രാമപഞ്ചായത്തിൽ കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവികുളം. ഇനി നമ്മളിപ്പോ ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് കയറും, തമിഴ്നാട് കയറും.
തമിഴ്നാട്. അവിടെയാണല്ലോ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ കിടക്കുന്നത്. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ്. ആ വഴി പിന്നെ നമുക്ക് വട്ടവടക്ക് പോവാം അല്ലെ? ഈ വഴി നേരെ വട്ടവട അങ്ങനെ പോവാം. വട്ടവട എത്തിക്കഴിഞ്ഞാൽ പിന്നെ വഴിയില്ല. ശരിക്കും ഇവിടുന്ന് വട്ടവടയിൽ നിന്ന് ഒരു അരമണിക്കൂർ നടന്നാല് നമുക്ക് ഇവിടെ എത്താന്ന്, കൊടൈക്കനാല്. പക്ഷെ അത് ഫോറസ്റ്റുകാർ ബ്ലോക്ക് ചെയ്തേക്കുവാ, ഫോറസ്റ്റിൽ കൂടി ആയതുകൊണ്ട്. ശരിക്കും ആ റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഇവിടെ വന്ന് ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ കൊടൈക്കനാല് കയറായിരുന്നു. അങ്ങനെ സൂചിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണിപാളിയോ? പണിപാളി എന്ന് പറഞ്ഞാൽ വണ്ടി വെക്കാനുള്ള ഗ്യാപ്പില്ലായി. ഇവിടെയൊക്കെ ഫുള്ളാല്ലേ? ഇനി എവിടെ വെക്കും? ഇത് താഴേക്കും ഫുള്ളാ. താഴേക്കും വണ്ടികളാ? പിന്നെ മൈ ഗോഡ്, ആ ട്രാവലറിന്റെ ബേക്കിൽ വെച്ചു. ഇതിന്റെ ബേക്കിൽ വെച്ചാലോ? ഇവിടെ വളമായതുകൊണ്ട് ട്രാവലറിന് മുമ്പിൽ പറ്റില്ല. ട്രാവലറിന്റെ ബേക്കിലോ? അവിടെ വളഞ്ഞു കയറി വരുന്നല്ലേ? വളഞ്ഞു കയറി വരുമ്പോ മൂടും കൊണ്ട് പോവോ? ബേക്കോട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതും പോവും. അങ്ങനെയുണ്ടല്ലേ? ഇതിപ്പോ വലിയ ഇതായല്ലോ. നോക്കി എവിടെയെങ്കിലും വെക്കാം. അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. അതെന്തരീ ഇവിടെ കുടിച്ചിട്ട് എറിഞ്ഞത്? അത് ഒരു സ്ഥലമുണ്ട്, വേസ്റ്റ് ബോക്സ്, അവിടെ കൊണ്ടേ കളയാൻ പാടുള്ളൂ. എടുത്തിട്ട് പോകട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് വണ്ടികൾ കയറ്റിട്ടേക്കാണല്ലോ. അങ്ങ് ഒരു വണ്ടി കൊണ്ടുപോകാമായിരുന്നു തോന്നുട്ടോ. ഈ വണ്ടികളൊക്കെ തിരിച്ചു വരുന്നുണ്ടോ? അവിടെ എങ്ങാനും പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലേ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ പെടും. കൊറേ കടകളൊക്കെ അവധിയല്ലേ? കുറച്ചൊക്കെ കടകളേ ഉള്ളൂ. വെയിലാണോ? വെയിലുണ്ട്, നല്ല വെയിലാ. അപ്പുറത്തേക്ക് പോകുമ്പോ തണുപ്പാവും കേട്ടോ. ഇവിടേക്ക് നമ്മൾ വന്നപ്പോ തന്നെ ആളൊന്നും ഇല്ലല്ലോ, തിരക്ക് കുറവാല്ലേ? ഉച്ച സമയമായില്ലേ? ഇനി അങ്ങോട്ട് ഹെൽപ്പുണ്ടോ? താഴേക്ക് പോയാൽ അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. വണ്ടികൾ കുറേ നോക്കണം. മറ്റേ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരും. നീ അത് നിലത്തിട്ട് ഉരുട്ടല്ലേ? ഇവിടെ നിന്നാണ് പൈസ കൊടുക്കണ്ടേ? ഇവിടെ അല്ല, അപ്പുറത്ത്. ഇത് അടച്ചേക്കുന്നതോ? അത് വണ്ടിയൊന്നും കയറി പോയിരിക്കാൻ. വണ്ടി കയറ്റിക്കൊണ്ട് പോകാതിരിക്കാം അല്ലേ? ഒരു കൊര കേട്ടെ. താഴെ ഇരിക്കുന്നു. ഇവിടെ ഒന്നും കടയില്ല അല്ലേ? ഫുള്ള് പണിയൊക്കെ നടന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഇവിടെ ഓഫ് സീസൺ അല്ലേ? അതാ ഈ പോയിന്റിലേക്ക് കയറുന്നതിന്റെ അവിടെ പൈസ കൊടുക്കേണ്ടത് കഴിഞ്ഞോ? ഇല്ല, എത്തുന്നേ ഉള്ളൂ. ഫോറസ്റ്റുകാരൊരു ഇതുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് പണിയാണല്ലോ. ഫുള്ള് ഇൻഡസ്ട്രിയൽ വർക്കാല്ലേ? അന്ന് നമ്മളിവിടെ വരുമ്പോ ഫുള്ള് മഴയായിരുന്നു. ഓടിപ്പിടിച്ച് പോയി വരുവേ. കണ്ടു കണ്ടു കണ്ടു. നിലത്തേക്കും കൂടെ നോക്കി നടന്നല്ലേ? അതെങ്ങോട്ടാ പോയി? ഇവിടെയൊക്കെ അന്നത്തെ പോലെ തന്നെ നിറച്ച് കടകളല്ലേ? പ്രാവശ്യം ബബിള് കുത്തുന്ന ബബിള് വേണമെന്ന് പറഞ്ഞോണ്ട് കച്ചറ ഉണ്ടാക്കിട്ട് വാങ്ങിയ ഓർമ്മയുണ്ടോ? അത് ഇവിടെയായിരുന്നു. നിലത്ത് നോക്കി നടന്നോ ഇല്ലെങ്കിൽ പല്ലിന്റെ എണ്ണം കുറയോന്ന്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു വല്ലാത്ത പച്ചപ്പാലേ മൊത്തം. ഒരു പള്ളിയൊക്കെ കോടയുള്ള സമയത്തൊന്നും ഇതൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കാന ഇറങ്ങുന്ന സ്ഥലം ഉണ്ടാവും. ഫുള്ള് ഫോറസ്റ്റ് അല്ലേ? തമിഴ്നാട്ടിലാണോ ഉള്ളത്? ഭാഗത്ത് തമിഴ്നാട്ടിലുള്ള പള്ളിയാ? കൊള്ളാം. ഇവിടെ ഇങ്ങനെ നേരെ തന്നെ പോകും. ഇവിടെയൊക്കെ നിറച്ച് കട തന്നെ കേട്ടോ. ഇതിനകത്തേക്കാണെങ്കിൽ എവിടേക്കൊക്കെ നോക്കണ്ടേന്ന് തന്നെ അറിയില്ലാണ്ട് നടക്കുക ഇപ്പോൾ. അല്ല നേറ്റേ ഇതിനെ ഇപ്പോൾ ഉറച്ചു വെച്ചേക്കുന്നത് ഇതിങ്ങനെ ഉണ്ടോ? കുറച്ചും കൂടെ അവിടെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഞാൻ മാത്രമേ വന്നുള്ളൂ. ചേട്ടയും കൊച്ചും വന്നില്ല. ചേട്ടയ്ക്ക് തലവേന എടുത്തിട്ട് പോയി. എൻ്റെ അമ്മ കുരങ്ങ് ഫുള്ള് കുരങ്ങന്മാരായിട്ട് എവിടെ പോയാലും കുരങ്ങന്മാരാണ്. ഇതുണ്ടോ? ഞാൻ വ്യൂ പോയിന്റിലേക്കൊന്ന് വന്നു. ചേട്ടയ്ക്ക് തലവേദന ചെയ്തിട്ടുണ്ട്. ചേട്ടയ്ക്ക് വന്നില്ല കേട്ടോ. ഫുള്ള് കുരങ്ങന്മാരാണ്. നോക്കിയില്ലെങ്കിൽ നമ്മളെ കടിച്ചോണ്ട് പോകും. അങ്ങനത്തെ സ്വഭാവമുള്ള കുരങ്ങന്മാരാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇതുണ്ടോ? ആ കുപ്പി എടുത്തിട്ട് പോകണുണ്ടോ? ആ കുപ്പി എടുത്തു കിട്ടോ. അത് നല്ല വെള്ളം കൊച്ചിട്ട് വെള്ളം കൊണ്ട് പോയേ. ഇതുണ്ടോ? വ്യൂ പോയിന്റ് അടിപൊളിയാണ് കേട്ടോ. ഇതൊന്ന് താഴേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ? അടിപൊളിയാണ് കേട്ടോ.
വീഡിയോ കണ്ട ഫുള്ള് നല്ല മലനിരകളാണ്. ചെറുതായിട്ട് കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി കാണാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാണ്. പിന്നെ ഇവിടുന്ന് താഴേക്ക് എന്ന് പറഞ്ഞാൽ ആകെ കുറഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അതിലാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗിനി തിരിച്ചു പോവാം അല്ലേ? തലവേദന കുറഞ്ഞോ? ആ, താഴേക്ക് ഒരു 100 മീറ്റർ ഉണ്ട്. പക്ഷെ അവിടെ പകുതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മള് വ്യൂ പോയിന്റിലേക്ക് പോയില്ല കേട്ടോ. വ്യൂ പോയിന്റിലേക്ക് പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഫുള്ള് തെറിവിളിയാണ്. കാരണം പൈസ മേടിച്ചിട്ട് താഴേക്ക് വിടുന്നില്ലല്ലോ കേട്ടോ. അത് മാത്രമല്ല, ഇവിടുത്തെ കുരങ്ങന്മാരൊക്കെ ഒരുമാതിരി അഗ്രസീവ് സാധനങ്ങളാണ്. ചുമ്മാ ഒന്നും മേത്ത് പിടിച്ചു. ഞാൻ നോക്കുമ്പോ എന്റെ ടോപ്പിൽ പിടിച്ച് വലിക്കുക. ഞാൻ വിചാരിച്ചു ഇവള് വന്നതാ എന്റെ കൂടെ എന്ന് വിചാരിച്ച്. തിരിഞ്ഞു നോക്കുമ്പോ എന്താ ഒരു കുരങ്ങനായിരുന്നു. അത് വേറെ കാര്യമുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ മേടിച്ചു കൊടുത്താൽ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താൽ അതിപ്പോ മൂടി പൊതഞ്ഞ് പിടിച്ചു കൊണ്ടുപോകും കേട്ടോ. ഇതെന്തായിട്ട് ഇവിടെ ഒരു കെട്ടിപ്പിടുത്തൊക്കെ? അതൊന്നും വേണ്ട, നേരെ നോക്കി ഇറന്നോളം പറ. ഈ സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് പക്ഷേ എവിടെ പോയാലും ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഫുള്ള് കോടയായിരുന്നു. ഇതെന്താ ഇവിടെ എമർജൻസി ഒക്കെ വെച്ചേക്കുന്നേ? എമർജൻസി അല്ലേ, ഡൈനാമോ ആണ്. അതൊക്കെ എന്തിനാ വെച്ചേക്കുന്നേ? താഴെ കറണ്ട് വേണ്ടേ, എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അമ്മേ, ഓ ഞാൻ മേടിച്ചു പോയി. കുരങ്ങാന്ന് വിചാരിച്ചു, കുരങ്ങല്ലായിരുന്നു. അല്ല, ഇവിടെ വരില്ല. ഇവിടെ ചേച്ചിമാർ ഓടിക്കൂലേ? ഇവിടെ അവരുടെ സാധനം, കച്ചവട സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം എടുത്തിട്ട് പോവായിരിക്കും. അടി കിട്ടുന്നുണ്ടായിരിക്കും അപ്പുറത്ത് പോയി നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് സാധാ എഞ്ചിൻ അല്ല, ഇത് ഇതില് ഡൈനാമോ പിടിപ്പിച്ചിട്ടുണ്ട്. ഫുള്ള് വയറ് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ കുഞ്ഞൊക്കെ. ഇവിടെ സാറിനാവുന്നല്ലേ, സാറ് പല സ്ഥലം സാധനങ്ങളും കണ്ടുപിടിച്ചിട്ട് അതൊക്കെ നോക്കി നടന്നു പോവാ. ഇതൊരു നല്ല സ്ഥലമല്ലേ? ഇവിടെ നിന്ന് ശരിക്കും അങ്ങനെ പോയി നിൽക്കാനൊന്നും പാടില്ല. ഇവിടെ കുഴപ്പമില്ല. തെന്നിങ്ങാനും വീണ് എങ്ങനെ ഉണ്ടാവും? ഇവിടെ തെന്നി വീഴരുത്, അതാണ് പറഞ്ഞത്. ബോധമില്ലാണ്ട് നിൽക്കരുത്, അല്ലേ കുഴപ്പമില്ല. നല്ല രസമുണ്ടല്ലേ കാണാൻ, മൊത്തത്തിലൊരു. അതാ ഞാൻ പറഞ്ഞ, ഈ കോട കയറി കിടക്കുമ്പോൾ ഇത് വേറൊരു വൈബാ കാണാൻ. അതും രസമാണ്, രസമല്ലെന്നല്ല. അതില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയില്ലേ. ഇവിടെയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഫ്രാഷൻ ഫ്രൂട്ട് ഇല്ലേ, അതിന്റെ ഇല വരെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇത് ഒരു പ്രാവശ്യം വീട്ടിൽ കൊണ്ടുവന്ന് പാകിയതാ, എന്നിട്ടോ പിടിച്ചില്ല. അതെനിക്ക് തണുപ്പത്തേ ഉണ്ടാവുള്ളൂ തോന്നുന്നേ. നമുക്ക് നാട്ടില് തണുപ്പുണ്ടല്ലോ. ഈ ഒരു തണുപ്പൊന്നും ഇല്ലല്ലോ. ഈ തണുപ്പ് പോരല്ലേ? ഈ അണ്ണന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കിയാലോ. ആദ്യം ഞാനൊന്നും കാണിക്കാം. ഇതാണ് കേട്ടോ ഫ്രാഷൻ ഫ്രൂട്ട് വരുന്നേ. നല്ല മഞ്ഞ നിറമല്ലേ, ഉള്ളില് വെള്ളയാ. ഇത് തന്നെ, ഇത് പാഷൻ ഫ്രൂട്ടാ. ഇത് തന്നെയല്ലേ? പക്ഷെ അതിന്റെ ഇലയ്ക്ക് ഭയങ്കര വ്യത്യാസം. ഇത് നോക്ക്, ഇവിടെയൊക്കെ കണ്ട് മഞ്ഞ. ഇവിടെ ആളുണ്ടായിരുന്നു, ഒന്നും പറിക്കായിരുന്നു. ആളെ കാണുന്നില്ലല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. പക്ഷെ ഇത് ആദ്യം വയലറ്റ് ആണോ? അപ്പോ നീ അതിന്റെ പൂവൊന്ന് നോക്ക്. വയലറ്റ്. അങ്ങനെ ആദ്യം വയലറ്റാ. ഇതാണോ പൂവ്? അതാണ് പൂവ്. ഓ, നമ്മുടെ നാട്ടിലുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതിന്റെ ഇല തന്നെ കണ്ടില്ലേ? വേറെ ഇലയാ. നോക്ക്, റൗണ്ട് ഇലയാ. ഇതല്ലേ ഇല? ഈ ഇല കണ്ടില്ലേ? വേറൊരു ഇല അല്ലേ? ഇതിന്റെ ഉള്ളു വെളുത്തിരിക്കാം. പച്ച ഉള്ളു വെളുത്തിരിക്കും. പുറമേ നമുക്ക് പുറമെ മേടിക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന്. ഇതാണ് എന്നോട് ചോദിച്ചത്. അത് തന്നെയാണോ? കടയിനുള്ളിൽ ഒരെണ്ണം ഉണ്ട്. ഉണ്ടോ? അത് തന്നെ, അത് ചോദിക്കാനൊന്നും ഇല്ല. അങ്ങോട്ട് പോകണ വഴിക്കുണ്ടോ? അറിയില്ല, നോക്കി നോക്കണം. അല്ലെ തിരിച്ചു പോയി മേടിക്കണോ? തിരിച്ചു പോകുമ്പോ അവിടെ ഉണ്ടോ? അങ്ങോട്ട് കുറെ പാഷൻ ഫ്രൂട്ട് വിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ ഉണ്ട്. ഗൂഗിൾ പേ തരാമെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഒരെണ്ണം മേടിക്കാന്ന് പറയാം. എന്നാ പോയി നോക്കാം. ഞങ്ങൾ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളത് നല്ല മധുരമാണ്. നോക്കട്ടെ ഇതേട്ടോ, ഞങ്ങൾ അങ്ങനെ പാഷൻ ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി വന്നു. അവിടെയൊക്കെ കയറി കിടക്കുന്ന ഇതല്ലേ പാഷൻ ഫ്രൂട്ട് അല്ലേ? അല്ലക്കാ, ഞങ്ങക്ക് നാട്ടിൽ കൃഷിയുണ്ട്, പക്ഷെ ഇതല്ല. മറ്റേ അത് തന്നെ കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പൈസ ഇനി എങ്ങനെയെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. അതാണ് വേറൊരു ടാസ്ക്. ഓ, ഇതാണ് സാധനല്ലേ, ഉള്ളില് വെള്ള. ഇത് പക്ഷേ സ്വീറ്റാ, നല്ല മധുരമായിരിക്കും. നമ്മുടെ പാഷൻ ഫ്രൂട്ട് പുളിയല്ലേ? പുളി. ഇത് നല്ല മധുരം. ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ കഴിച്ചു നോക്കാം. നമ്മളെ വേറൊരു സാധനത്തിന് ഒരു ടേസ്റ്റും. അത് എന്തിന്റെയാണ്? എങ്ങനെ ഗൂഗിൾ പേ ചെയ്യണേ? അങ്ങനെ ഞങ്ങള് വണ്ടിയിലെത്തിട്ടോ. അവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ പോയി. ഭയങ്കര വെയിലായിരുന്നു. കൊച്ചിന് നമ്മുടെ ഫാമിലി മെമ്പർ എറണാകുളത്ത് നിന്ന് വന്ന ചേട്ടൻ ചോക്ലേറ്റ് മേടിച്ചെടുത്തു. ഇതാണെങ്കിൽ 1 കിലോ സാധനമുണ്ട്.
അത്രയും കയ്യിലേക്ക് കൊടുത്താണ്ടല്ലോ ഒറ്റയടിക്ക് വേണമെങ്കിൽ തിന്ന് തീർക്കും. കൊടുക്കണ്ട, ഒരു കഷ്ണം എടുക്കുക, ബാക്കി എടുത്ത് വിശക്കുന്നുണ്ട്. നമുക്കെന്നാ ഇത് തിന്ന് നിർവൃതി അടഞ്ഞാലോ? മൊത്തം ഒന്നും കഴിക്കണ്ടല്ലോ, മൊത്തം പിടിക്കും. ചോക്ലേറ്റ് അല്ലേ? എനിക്കങ്ങനെ മൊത്തമൊന്നും പിടിക്കൂല. ശരി, അപ്പൊ ഞാനാണ് മൊത്തം പിടിക്കുന്ന ആള്. ജോണിച്ചേട്ടന് നന്ദി അല്ലേ? തുറന്ന് സമയം കൊടുക്കും, തുറന്നു തരും. അങ്ങനെയല്ല, പൊളി സാധനം കേട്ടോ, ഫിറ്റാക്കി ഇട്ടിട്ടുള്ളതാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കഴിച്ച് ഇവിടെ നമ്മൾ ഇനി ബാക്കോട്ട് ഇനി വീഡിയോ എടുക്കില്ല, കാരണം നമ്മൾ എടുത്ത് വന്ന വീഡിയോ തന്നെയാണ്. വട്ടവടയ്ക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. അതെ, അങ്ങനെ നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അടിപൊളി മഴയാട്ടോ ഇവിടെ. അപ്പൊ ഇന്ന് രാത്രി നല്ല സുഖമായിട്ട് കിടക്കാം അല്ലേ? ഇന്നലത്തേനേക്കാളും ചിലപ്പോ തണുപ്പ് കൂടും. അപ്പൊ തണുപ്പില്ലാന്ന് പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരാതിരിക്കണ്ട, എല്ലാവർക്കും പോരാൻ. കാരണം നല്ല അടിപൊളി തണുപ്പാണ്, നല്ല മഴയുണ്ട്. നാട്ടിലേക്ക് നല്ല മഴയാന്ന് വിളിച്ചപ്പോ പറഞ്ഞു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു പെയ്യുന്നു. അവിടുത്തെ മഴേന്റെ ബാക്കിയാണോ ഇങ്ങോട്ട് പെയ്യുന്നോ നീ? അങ്ങനെയൊന്നും ചിലപ്പോ അതായിരിക്കും അല്ലേ? ചേട്ടനൊന്ന് സൈഡാക്കിയതോ അത്? അല്ല, നമുക്ക് സൈഡ് തന്നതാ. കൊറേ വണ്ടികളുണ്ട്, അപ്പൊ സൈഡ് നല്ലതൊന്ന് പുള്ളിക്ക് തോന്നി. അല്ലെ ഹോണടി കേട്ട് മടുക്കും. ചെറിയ മഴ വലിയ മഴയായി, ചെറിയ മഴ വലിയ മഴയായി അല്ലേ? വലിയ മഴയായി, നല്ല മഴയായിട്ടോ ഇവിടെ. അയ്യോ, ഈ കടക്കാരൊക്കെ പെടുവല്ലോ ഇപ്പൊ. സാധനങ്ങളെല്ലാവർക്കും വേഗം വാരി എടുക്കാനും പറ്റില്ല, പെട്ടെന്നായിരുന്നു കേട്ടോ മഴ. നമ്മളിപ്പോ നാട്ടിലേക്ക് ഇങ്ങനെ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു അവിടെ ഭയങ്കര മഴയാണ്. ആലിപ്പഴമൊക്കെ വീഴുന്നുണ്ടോ? അതെ, ഞങ്ങൾ പറഞ്ഞു ഇവിടെ മഴയൊന്നുമില്ല എന്ന് പറഞ്ഞങ്ങ് വെക്കുമല്ലേ, ഇനി പിന്നെ പടപടാന്ന് പറഞ്ഞു ഒഴുകുന്നു. അതെന്തായാലും നന്നായില്ലേ? അല്ല, മഴ പെയ്യട്ടെ. ചൂടിന്ന് ഒരു പകല് ചൂടാണല്ലോ, അയ്യോ ബൈക്കുകാരൊക്കെ നനയുവാണല്ലോ. അപ്പൊ നമ്മളങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് ഇവിടെ വന്ന് ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് കിടന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് വേറെ സത്യം മനസ്സിലാവുന്നത്. അതെ, അതായത് നാളെ പാർട്ടീന്റെ ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് ഇന്ന് പാർക്കിങ്ങിൽ നിർത്താൻ പറ്റില്ല. അപ്പൊ അവിടുന്ന് കുറച്ച് മേളിൽ കയറി നമുക്ക് അവരെന്നെ പറഞ്ഞു തന്നൊരു സ്ഥലം കേട്ടോ. അതെ, കണ്ണൻദേവന്റെ ഒരു ക്ലബ് ഉണ്ട്, ആ ക്ലബിന്റെ മുമ്പിലിട്ടോ, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ സൈഡാക്കി. ഞാന് ഇപ്പൊ ഉറങ്ങൂല, ആൻസി കൊച്ചും കിടന്നു. ഞാൻ ഇപ്പൊ മയങ്ങി തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ചേട്ടി പറഞ്ഞു, വീഡിയോ നിർത്തല്ലേടി, വീഡിയോ നിർത്തിയില്ലേടി. അപ്പൊ വീഡിയോ നിർത്തിയിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചിട്ടോ. ലൈറ്റ് മാൻ. അപ്പൊ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നോടും വരെ ബൈ.